Hey guys, welcome back to channel. Hope you are doing good. അപ്പോൾ എല്ലാവർക്കും ഓണം എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ആയില്ലായിരുന്നു അങ്ങോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം എക്സാമിൻ്റെ എക്കണോമിക്സ് എക്സാം പ്രിപ്പറേഷൻ വ്ളോഗാണ്. അതിൻ്റെ കൂടെ ചില ദിവസത്തിൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആവാറായി. അപ്പോൾ നമുക്കിപ്പോൾ ബിസിനസ്സിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. അങ്ങനെയല്ലോ ബിസിനസ്സിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് അടുത്ത ദിവസം എക്കണോമിക്സ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 1 ഷോട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മാങ്ങയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച SLCൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നമ്മുടെ 15th ഓഗസ്റ്റ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് സത്യം പറയുകയാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് NSSൻ്റെ ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. തണുപ്പ് പിടിച്ചിട്ട് ആകെ ഒരു അടിപൊളിയായിട്ടുണ്ടായ അവസ്ഥയായതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് പോകത്തോണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യണം വീട്ടിലിരുന്നിട്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓണം എക്സാമിൻ്റെ ആ ഒരു പോർഷൻസ്, ആ ഒരു സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ടേബിളിൽ ഒട്ടിച്ചാലെങ്കിലും ബോധം വന്ന് പഠിക്കും എന്നുള്ള ഒരു ഇതിൽ ഞാൻ ജസ്റ്റ് എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് 2 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 ചാപ്റ്റേഴ്സാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ എല്ലാം ഒരു സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ 3rd ചാപ്റ്റർ തീരെ ഇഷ്ടമല്ല. കാരണം അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളും ആ സംഭവമൊക്കെ എനിക്ക് മാറിപ്പോകുന്നുണ്ട്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് വന്നാൽ പിന്നെ അവിടെ കുടുങ്ങിപ്പോയി, അതാണ് സംഭവം. അങ്ങനെ ഒരു 8:45 ആകുമ്പോഴേക്കും ഞാൻ എല്ലാം സെറ്റാക്കി എഴുതി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ബട്ടർഫ്ലൈ ഒക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ദൃഢനിശ്ചയത്തോടുകൂടി പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറേ നേരം ടൈമറൊക്കെ വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഞാനിങ്ങനെ വായിച്ച് എനിക്ക് തന്നെ ടീച്ച് ചെയ്യുന്ന പോലെയാണ് പഠിക്കാറ്. കാരണം എനിക്ക് അങ്ങനെ പഠിച്ചാലേ തലയിൽ കയറാറുള്ളൂ. സോ ഗൈസ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പഠിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നല്ല തലവേദന, അതുപോലെ ഇടയ്ക്ക് ഒരു ഉറക്കമൊക്കെ വരുന്നുണ്ട്. സോ ഞാനൊരു 5 മിനിറ്റ് ഒരു പവർ നാപ്പ്, 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു പവർ നാപ്പ് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നമുക്ക് പഠിക്കാം. ഇപ്പോൾ 2 പേജ് പഠിച്ചു കഴിഞ്ഞു. അതിൽ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞോളും. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്ന് പവർ നാപ്പ് എടുത്തിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ പവർ നാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം നേരം ഞാൻ കിടന്നുറങ്ങിപ്പോയി. ഇറ്റ്സ് ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഇടയ്ക്ക് റെസ്റ്റൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെയല്ല, നമ്മുടെ ബോഡി ചോദിക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. സോ ഞാൻ ഈ ഒരു പേജ് പഠിച്ചു കഴിഞ്ഞു. അത് ഇത്ര വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ പേജിൻ്റെ ഈ പകുതിയും ഇതും പിന്നെ അടുത്ത പേജും മാത്രമേ പഠിക്കാനുള്ളൂ. സോ അതുകൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് അതായത് 11 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കാം, ലെറ്റ്സ് ട്രൈ. അങ്ങനെ നമ്മുടെ ചെറിയൊരു 10 മിനിറ്റിൻ്റെ പറഞ്ഞപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപാട് വേഗം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 10:45 ആയപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ചാപ്റ്റർ എങ്ങനെയല്ലോ പഠിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സംഭവങ്ങളെ മെയിനായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. അപ്പോൾ മിസ് തന്ന നോട്ട്സ് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. അത് ടെക്സ്റ്റ് നമുക്ക് നാളെയോ ഇല്ല ഇന്ന് രാത്രിയോ വായിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ടെക്സ്റ്റ് വായിക്കണം, അല്ലാതെ പോകരുത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ 3 ചാപ്റ്ററും കുറച്ച് കുഴപ്പമില്ലാത്ത ചാപ്റ്ററാണ്. അപ്പോൾ അത് വൃത്തിക്കൊന്ന് ക്ലാസ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തീരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് കാണാമെന്ന്. അപ്പോൾ ഇപ്പോൾ ടൈം നോക്കിയാൽ 10:48 ബൈ എത്ര മണിയാണെന്ന് അറിയില്ല. ആ ഒരു ക്ലാസ് കണ്ടിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ആയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മ ഇന്നലെ ഉണ്ടാക്കിയ ഈ ഒരു പലഹാരം കഴിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എസ്തെറ്റിക്കായിട്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രിയാണ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ടൈം നോക്കിയാൽ 7:30 കാര്യങ്ങളൊക്കെ ആയി. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ 2 ചാപ്റ്റേഴ്സ്, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റയും ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയും ക്ലാസ് കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ 2 ചാപ്റ്റേഴ്സ് എങ്ങനെയെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്തിട്ട് കാണാം. സോ ഇപ്പോൾ ഒരു 7:30 ഞാനൊരു 10:30 ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 10:30 ഒരു 11 മണി, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുറേ നേരം ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുകയോ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം ഞാൻ ഇങ്ങനെയല്ലോ അത് പഠിച്ചുകൊണ്ടിരുന്നു. സോ
സോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ ടൈം നോക്കിയാൽ ഒരു 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ മെയിനായിട്ടൊന്നും പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഒരു ചാപ്റ്റർ മാത്രമേ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിട്ടുള്ളൂ, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രം. അപ്പോൾ ഇന്ന് എന്തായാലും 4 ചാപ്റ്റർ പഠിച്ച് തീർക്കണം, കാരണം നാളെയാണ് എക്സാം. സോ ഇന്ത്യൻ എക്കോണമിയിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ബാക്കി 2 ചാപ്റ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഞാൻ ഇത്ര വരെ പഠിച്ചു കഴിഞ്ഞു, ഇനിയുള്ളത് കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഈ 4 ചാപ്റ്റേഴ്സും തീർത്ത് സെറ്റാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം, ഞാനിപ്പോൾ എന്തായാലും ഈ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും പഠിക്കട്ടെ, എന്നിട്ട് നോക്കി ഇന്ത്യൻ എക്കോണമിയിലേക്ക് കടക്കാം. സോ ഞാൻ ട്രൈ ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റോപ്പ് വാച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു ആ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ. എന്നിട്ട് പോയി ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഇനിയും ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് പിന്നെ ഒരു പീസ് ഹൽവയെല്ലാം കഴിച്ചു. എന്നിട്ട് പിന്നെ വിളക്കൊക്കെ വെച്ചു. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അമ്മ നല്ല ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ റോളൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ പിന്നെ ഇന്ത്യൻ എക്കണോമി പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ത്യൻ എക്കോണമിയിലാണെങ്കിൽ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ആണെങ്കിൽ ഞാൻ ലീവ് എടുത്ത ദിവസം എടുത്തതും, അതുപോലെ സെക്കൻഡ് ആണെങ്കിൽ പിന്നെ എന്തെല്ലാം അറിയാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ട് പിന്നെ രാവിലെ എണീച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 6 മണിക്കൊക്കെ എണീച്ചു. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് ഞാൻ മെല്ലെ ഒന്ന് ബുക്ക് തുറന്നതേ ഓർമ്മയുള്ളൂ. പക്ഷേ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഏച്ചി കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നു. എന്നിട്ട് ഞാൻ എക്സാം പോയി എഴുതി വന്നു. സോ ഗൈസ്, അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു. എക്സാം ഇങ്ങനെ പോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാതെ പോയി. അത്ര അടിപൊളിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല, കുഴപ്പമില്ല. 2-3 ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ട്രൈ ചെയ്തു. എന്തൊക്കെയോ ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ വിടുന്നത്, ഇല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. നമുക്കിപ്പോൾ ലഞ്ച് കഴിക്കാം. ലഞ്ചിന് നല്ല ചോറുണ്ട്, പിന്നെ രസമുണ്ട്, പിന്നെന്താണ് മീൻ പൊരിച്ചത് കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം കിടന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ വരെ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.